ഇന്ന് നമ്മൾ നോക്കുന്ന നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സംഗതികളാണ്. ഇത് പ്രത്യേകിച്ച് അത്യാവശ്യം നമുക്ക് വേണ്ടി വരുന്ന കുറച്ച് സാധനങ്ങളും അതൊക്കെ എന്തിനാണെന്നുള്ളതൊക്കെയാണ് ഈ കാണുന്ന എണ്ണകളെക്കുറിച്ചൊക്കെയാണ് ഞാനൊന്ന് പറയുന്നത്. ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്നതാണ്, യൂസ് ചെയ്ത് തീരാറായിട്ടുള്ളതാണ്. ഔഷധിയുണ്ട്, കോട്ടയ്ക്കലുണ്ട്, ആര്യവൈദ്യശാലയുടെ സാധനം മാത്രം എന്തേ ഇല്ലാത്തെന്ന് എല്ലാവർക്കും തോന്നും. ആര്യവൈദ്യശാലയുടെ സാധനം എനിക്ക് എൻ്റെ സ്കിന്നിന് അത്ര യൂസ് ചെയ്തിട്ട് പോരായിരുന്നു, അതുകൊണ്ടിട്ടാണ്. അപ്പം ഇതിൻ്റെയൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ യൂട്യൂബിൽ വരുന്നതാണ്. നമുക്ക് പെട്ടെന്ന് എന്തൊക്കെയായിരിക്കും കൊള്ളാവുന്ന കാര്യങ്ങൾ, പെട്ടെന്ന് വീട്ടിൽ വെക്കേണ്ടത് ഏതൊക്കെയാണ്, അതിനെപ്പറ്റി മാത്രം ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് ഫസ്റ്റ് ഒരു വീഡിയോ ഒന്ന് സെറ്റ് ചെയ്തോട്ടെ വെക്കാനായിട്ട്. എല്ലാവർക്കും കാണാമല്ലോ അല്ലേ? ഓക്കെ, അപ്പം അതിലാദ്യം എനിക്ക് പറയേണ്ടത്, പ്രത്യേകിച്ച് എനിക്ക് കാലുവേദന കൈവേദനയൊക്കെ വരുന്നവർക്ക് വേണ്ടിയിട്ടും പിന്നെ എനിക്ക് ഇത്തിരി യൂസ് ചെയ്ത് നല്ല മാറ്റം വന്ന സാധനമാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് നമ്മുടെ വെരിക്കോസിൻ്റെ പ്രോബ്ലം അല്ല, നമ്മുടെ തൈറോയ്ഡ് ഇഷ്യൂ എനിക്ക് ധാരാളമായിട്ടുണ്ട്. അപ്പം ധാരാളമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ക്ഷീണം വരുന്നു, കാലുവേദന, ഇത് തൈറോയ്ഡിൻ്റെ ഇഷ്യൂസ് എന്താണുള്ളതെന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ ഐറ്റംസ് എല്ലാം എനിക്കുണ്ട്. അപ്പം പ്രത്യേകിച്ച് ജോലി ചെയ്തിട്ടൊക്കെ നിൽക്കുമ്പോൾ നൈറ്റ് ആകുമ്പോൾ കാല് നല്ല വേദന വരാറുണ്ട്. അപ്പം വരുന്ന ടൈമിലാണ് എനിക്ക് ഓയിൽമെൻറ്റ് എന്തെങ്കിലും വേണം. അപ്പോൾ ഈ ഓയിൽമെൻറ്റ് യൂസ് ചെയ്യുന്ന കാട്ടി കുറച്ച് നന്നായിട്ട് എനിക്കൊരു മാറ്റം തോന്നിയ രണ്ട് സംഗതിയാണ്. അതായത് നമ്മുടെ കർപ്പൂരാതി തൈലം കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കർപ്പൂരാതി തൈലമാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്ത സാധനം. ഇത് വന്നിട്ട് 150 രൂപയാണ്. ഇതിപ്പം രണ്ടാമത്തെ മൂന്നാമത്തെയൊക്കെ ബോട്ടിലായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്ഷീരബല തൈലം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതിൻ്റെ പൈസ വന്നിട്ട് അതിൽ കാണാനില്ല കേട്ടോ, അത് പോയി. ക്ഷീരബല തൈലം 2 ഉപയോഗമുണ്ട്. നമുക്ക് നല്ല ഉറക്കക്കുറവുണ്ടെങ്കിൽ തല തേച്ച് കുളിക്കുന്നത് നല്ലതാണ്. പിന്നെ കാലുവേദനയ്ക്ക് നമ്മുടെ ഈ കാലിൻ്റെ അടിപ്പാകം ഉണ്ടല്ലോ, അവിടം തൊട്ടേ നന്നായിട്ട് തേച്ച് നമുക്ക് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റ് ഒരു പെയിൻ ഇല്ലാതെ ഉറങ്ങാൻ പറ്റും. അപ്പം പ്രത്യേകിച്ച് വരുന്ന വേദനയ്ക്ക് കർപ്പൂരാതി, ഈ ക്ഷീരബല തൈലം നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു സാധനമാണ് ഇത് രണ്ടും. ഇതിൻ്റെ കൂടെ തന്നെ മറ്റേ മുറിവെണ്ണ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് നമുക്ക് ഒടുവ് ചതവ് അങ്ങനെയൊക്കെ വരുന്നെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ തൈറോയ്ഡ് ഇഷ്യൂ പോലുള്ളത്, കാലിന് എന്തെങ്കിലും പെയിൻ ഉള്ളവർക്ക് കുറച്ച്, ഞാൻ ഇപ്പം സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പം ടീച്ചറായിട്ടൊക്കെ ജോലി ചെയ്യുന്നവർക്ക് കുറച്ചായിട്ട് നിൽക്കുമ്പോഴത്തേക്കും കാലിൽ പെയിനൊക്കെ വരും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ബെസ്റ്റ് സാധനമാണ് ഈ ക്ഷീരബല തൈലം എന്ന് പറഞ്ഞ സാധനം. വലിയ പൈസ ഇല്ലെന്നാണ് തോന്നുന്നു, 100-ൻ്റെ അകത്തൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ മാക്സിമം വില കുറവിൽ എന്തെങ്കിലും സാധനം എന്നുള്ളത് നോക്കി ഇപ്പം മേടിക്കാനായിട്ട് നോക്കുന്ന ഒരാളാണ്. അപ്പം ഇത് രണ്ടും നല്ല യൂസ്ഫുള്ളായ സാധനമാണ്. നമുക്ക് പെട്ടെന്ന് വരുന്ന ഒരു വേദന കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് ബെസ്റ്റാണ്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത 2 സാധനം വെച്ചാൽ നമ്മുടെ മുടി വളർച്ചയ്ക്ക് എന്തുണ്ട് എന്നും പറയും. നമുക്ക് മുടി ഒഴിയുന്ന ശീലമുള്ള, എനിക്ക് മുടി ഒഴിയുന്ന നല്ല ശീലമുള്ള ഒരാളാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ എനിക്ക് നമ്മുടെ തൈറോയ്ഡ് ഇഷ്യൂസിൻ്റെ കാര്യം കൂടി ഉള്ളത് കൊണ്ടിട്ട്, താരൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് മുടി പൊക്കോണ്ടിരിക്കും. അപ്പം വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ട്, ധാത്രിയുടെ ഓയിൽ തേച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ ബ്രഹ്മി ഓയിൽ എന്ന് പറഞ്ഞിട്ടൊരു പച്ചക്കുപ്പിയിലായിട്ട് വരും, അതും തേച്ചിട്ടുണ്ട്. അതാണ് ഈ സ്ഥിരം യൂസ് ചെയ്തുകൊണ്ട്. ബ്രഹ്മി ഓയിൽ തേക്കുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല തണുപ്പാണ്, പിന്നെ മുടിക്ക് ഉള്ളില്ല, നല്ല ഇവിടെ കൂടെ നോക്കി അപ്പുറത്തിരിക്കുന്ന ആളാരാ എന്നുള്ളത് കാണാൻ പറ്റും. ആ രീതിയിലുള്ളതാണ് ബ്രഹ്മി ഓയിൽ പ്രത്യേകം. പിന്നെ ധാത്രി എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല, മുടി കുഴഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു. എൻ്റെ തലമുടിക്ക് ചിലപ്പം അത് സൂട്ടാവാത്തതോ ആയിരിക്കാം. പക്ഷേ എനിക്ക് യൂസ് ചെയ്തതിൽ കുറച്ച് നല്ല മാറ്റം വന്നതാണ്. ഇത് മാരേജിന് ശേഷമാണ് തോന്നുന്നു ഞാൻ മേടിക്കാൻ തുടങ്ങി നീലിഭൃങ്ങാതി എന്ന് പറഞ്ഞത്. പക്ഷെ നീലിഭൃങ്ങാതിയുടെ പലതുണ്ട്. എനിക്ക് കോട്ടയ്ക്കലിൻ്റെതാണ് ഇച്ചിരി ബെറ്ററായിട്ട് തോന്നിയത്. ഇത് 230 രൂപ, മറ്റതുപോലെ അല്ല, നല്ല പൈസ ഉണ്ട്. 230 രൂപ വരും. ഇതിൻ്റെ ഒന്ന് മേടിച്ചു. ഇത് പണ്ടത്തെ നമ്മൾ ലാസ്റ്റ് ഈ കക്കലെണ്ണയൊക്കെ നമ്മൾ നാട്ടിൽ പറയും, അതിൻ്റെ ഒരു ഇതൊക്കെ. ഇത് തീർന്നതിന് ശേഷം ഇപ്പോൾ ലാസ്റ്റ് ഇപ്പം മേടിച്ചതാണ് ഈ സാധനം നീലിഭൃങ്ങാതി തേക്കുമ്പോൾ വരുന്നൊരു പ്രത്യേകത വെച്ചാൽ നമ്മുടെ കൈതോന്നിയാണ് ഇതിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സാധനം എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ കൈതോന്നി വെള്ളമുള്ള സ്ഥലത്ത് നിൽക്കുന്നത് കൊണ്ടിട്ട് നമുക്ക് തേച്ച് കുളിക്കുമ്പോൾ തന്നെ നല്ല സുഖമൊക്കെ കിട്ടുമെങ്കിലും രാത്രി ഒരു 6 മണിക്ക് ശേഷം ആകുമ്പോഴത്തേക്കും ഇവിടുന്ന് ഒരു പെരുപ്പ് ഇങ്ങനെ നന്നായിട്ട് ഇറങ്ങി തുടങ്ങും, നീലിഭൃങ്ങാതിയുടെ പ്രശ്നം. അപ്പം ഞാൻ വന്നിട്ട് നമ്മുടെ ആയുർവേദത്തിൽ കാണിക്കാറുണ്ടായിരുന്നു. തൈറോയ്ഡിന് ഇഷ്യൂ കാരണം ഫസ്റ്റ് ആയുർവേദമാണ് ഞാൻ
അത് ഫസ്റ്റല്ല, ഫസ്റ്റ് നമ്മുടെ അലോപ്പതിയാണ് എടുത്തുകൊണ്ടിരുന്നത് ജനറൽ ഹോസ്പിറ്റലിൽ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആയുർവേദത്തിലോട്ട് തിരിയുന്നത്. ആയുർവേദത്തിലോട്ട് തിരിഞ്ഞ് ആയുർവേദ മെഡിസിനാണ് തൈറോയിഡിൻ്റെ എടുത്തുകൊണ്ട്. തൈറോയിഡിൻ്റെ മെഡിസിൻസ് യൂസ് ചെയ്യുന്നതിൽ കുറച്ച് ഇഷ്യൂസ് വരുമല്ലോ. അപ്പോൾ അതിൽ അവരുടെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ മുടി കൊഴിച്ചിരുന്നായിട്ട് വരുന്നുണ്ടെന്ന് പറയുമ്പം അവിടുത്തെ ഡോക്ടർ എനിക്ക് പറഞ്ഞതാണ് ഈ നീലിഭൃങ്ങാദിയുടെ കാര്യം. അപ്പം ഇത് തേക്കുമ്പോഴത്തേക്കും സന്ധ്യ കഴിയുമ്പോൾ ഇവിടെ നിന്നൊരു വെയിൻ ഇറങ്ങും, പിന്നെ അത് ഇങ്ങോട്ട് ഇറങ്ങി ദേവിൻ്റെ മൂക്കിൻ്റെ ഇങ്ങോട്ട് സൈനസായിട്ട് വരുന്ന പോലെ അത് വരും. അങ്ങനെ വന്നപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു, ഈ എണ്ണ എനിക്ക് പിടിച്ചില്ല, ഇതും 250 രൂപ പോയി എന്ന് ഞാൻ നന്നായിട്ട് ആദ്യമേ വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ ഈ ഡോക്ടറെ നമ്പറിൽ വിളിച്ച് പുള്ളിക്കാരെടുത്ത് ചോദിച്ചു. അപ്പോൾ ഡോക്ടറെ ചോദിച്ചപ്പോൾ ഡോക്ടർ അടുത്ത് പറഞ്ഞു, എടാ ഇത് നമ്മുടെ നിർഗന്ധല നമ്മൾ ഉച്ചിയിലൊന്നും തേക്കരുത്, ആ ഒരു സർക്കിളായിട്ട് ഈ വട്ടമായിട്ട് ഈ ഒരു ഭാഗം വിട്ടിട്ട് ബാക്കി ഇവിടെ ബാക്കി എല്ലാ സ്ഥലത്തും ഇവർക്ക് തേക്കാൻ വയ്യ, ഇനിയിപ്പോൾ ഞാൻ കുളിക്കണം അതുകൊണ്ടിട്ടാണ്. അപ്പം ഇവിടെ ഇങ്ങനെ മസാജ് ചെയ്ത് അങ്ങനെ ഇങ്ങനെ തേച്ച് കൊടുത്താൽ മാത്രം മതി, ഇവിടെ ഇത്രയും ഭാഗം യൂസ് ചെയ്തുകൂടാ. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സൈനസ് ഇഷ്യൂ, പ്രത്യേകിച്ച് തണുപ്പടിച്ച രാത്രി ചീറ്റലും ബഹളവും ഉള്ളവരാണെങ്കിൽ പണിയാണ്. ഈ ഒരു ഭാഗം വിട്ട് തേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കൊലഞ്ഞ് ഇറങ്ങത്തൊന്നുമില്ല, എങ്കിലും ആവറേജ് ഇരിക്കുന്ന മുടിയെക്കാട്ടി കുറച്ച് മുടി വളരും. അപ്പോൾ തോന്നും എനിക്ക് എൻ്റെ മുടി വളരാൻ, എനിക്ക് മുടി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് എപ്പോഴും ഷോർട്ട് അടിച്ചിട്ട് വെട്ടി ഇടുക ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ടിട്ട് എനിക്ക് ഉള്ള മുടിക്ക് കട്ടിയായിട്ട് പണ്ടത്തെ നമ്മുടെ മാധുരി ദീക്ഷിത് അവരുടെ മുടി പോലെയൊക്കെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് പണ്ടത്തെ ആ രീതിയിൽ. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്കുള്ള നല്ല കട്ടിയായിട്ട് കിട്ടുക, ആ ഒരു ഇതിൽ മാത്രമാണ് ഞാനത് മേടിച്ചത്. തേച്ചു റിസൾട്ടുള്ള സാധനമായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടിട്ട് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് തേക്കുമ്പോഴുള്ള കുഴപ്പവും എല്ലാം കൂടെ ഒന്ന് പറയണുണ്ട്. ഈ എണ്ണ തേക്കുമ്പോൾ ഭയങ്കര കട്ടി കൂടുതലുണ്ട്. അപ്പോൾ കട്ടി കൂടുതലുണ്ടെന്ന് പറയുമ്പോൾ തന്നെ തലയിൽ നന്നായിട്ട് പേനുകൾക്ക് നല്ല ആവാസം ഉള്ള സ്ഥലമായിട്ട് മാറും. ഇത് ആവറേജ് പേനൊക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട്. വെച്ചാൽ അതിൻ്റെ എണ്ണയുടെ ഇതൊക്കെ കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളിത് ഷാമ്പൂ ഇത് കഴിഞ്ഞ ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് അവർ പറയുന്നത്. ഞാൻ കുറച്ച് എണ്ണ കിടക്കട്ടെ 2 ദിവസം എന്നുള്ളത് ഇത്രയും രൂപ മേടിച്ച സാധനമില്ലേ എന്ന് വിചാരിച്ച് ഞാൻ തലയിൽ ഇട്ടിരിക്കാറാണ് പൊതുവെ പതിവ്. അങ്ങനെ വരുമ്പോഴത്തേക്കും പേനൊക്കെ വരാറുണ്ട്. പേന വരാറുമ്പോൾ അവർ പറയും ഏതെങ്കിലും മൈന്യൂട്ട് ഷാമ്പൂ ഇട്ട് യൂസ് ചെയ്യാൻ. ഞാനിപ്പോൾ കോട്ടക്കലിൻ്റെ സാധനമായിട്ട് കോട്ടക്കലിൻ്റെ തന്നെ ഷാമ്പൂ മേടിച്ചു, അതൊക്കെ തിരിപ്പുണ്ട്. തേച്ച് നോക്കി. ഷാമ്പൂ തേച്ചപ്പോൾ തന്നെ നന്നായിട്ടിരിപ്പുണ്ട്, ഇങ്ങനെ പറന്ന് പൊങ്ങി ഫ്രഷ്നെസ് കൂടി. അപ്പം കോട്ടക്കലിൻ്റെ ഷാമ്പൂ പോരാ, അപ്പം കോട്ടക്കലിൻ്റെ ഷാമ്പൂ ഒന്ന് മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ ചെമ്പരത്തിത്താള് തേക്കാനായിട്ടാണ് എല്ലാവരും പറയുന്നത് എണ്ണ വാഷ് ഇട്ടതില്ല. എനിക്കത് തേച്ച് കുറച്ച് സമയം കൂടുതലായിട്ട് വെച്ചിരുന്നതുകൊണ്ടായിരിക്കാം സൈനസ് ഇഷ്യൂ വന്നു. അതുകൊണ്ട് ചെമ്പരത്തിത്താളി യൂസ് ചെയ്യാതിരിക്കണം നല്ലത്. അപ്പം സൈനസ് ഉള്ളവർ ചെമ്പരത്തിത്താളി യൂസ് ചെയ്തതെന്ന് ഇവർ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. മറ്റേ സൈനസിൻ്റെ പിന്നെ ഇപ്പം വേറെ വന്നിട്ട് നമ്മളെ ദീദിയുടെയൊക്കെ ഷാമ്പൂ ഉണ്ട്, അതും വലിയ കുഴപ്പമില്ല, തണുപ്പാണ്. മുടിയൊക്കെ ഈ പ്രശ്നം വരും. കഴിവതും എന്തുവാ പറയാനായിട്ട് എണ്ണ കുറച്ച് മൈന്യൂട്ട് തേക്കുക. അഥവാ വലിയ ഇതുണ്ടെങ്കിൽ ചെമ്പരത്തിത്താളി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഷാമ്പൂസിൽ എനിക്ക് ഇച്ചിരിതായിട്ട് തോന്നിയത് ഇപ്പം ലാസ്റ്റ് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ആയുർവേദ പ്രോഡക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഷാമ്പൂ യൂസ് ചെയ്യാം നോക്കുക. ഇപ്പം എനിക്ക് ഷാമ്പൂ ഒന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ തേക്കത്തുള്ളൂ. വല്ലപ്പോഴും കഴുകി കളയാറാണ് പതിവ്. അപ്പം നീലിഭൃങ്ങാദിയുടെ ഇഷ്യൂ ആണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പേനിൻ്റെ ഇഷ്യൂവിന് ഞാൻ പറയാൻ പറഞ്ഞത്. പേനിൻ്റെ കാര്യം മാറാനായിട്ട് നമ്മുടെ ഈ 2 വിരൽ വെച്ച് നന്നായിട്ടൊന്ന് വലിച്ച് കളയുക, വേറെ വഴിയൊന്നുമില്ല. ഈര് പോകാനായിട്ട്. പിന്നെ മെഡിലൈസ് എന്തൊക്കെ പറയുന്ന സാധനമുണ്ട്, തേച്ച് കഴിഞ്ഞാൽ പേന് പോകുന്നു. പേന് പോവും, ശരിയാണ്. പിന്നെ അത് ബോധിക്കളയണം. പേന് പോവും, പക്ഷേ ഈരെന്ന് പറഞ്ഞ സാധനമുണ്ട് നമ്മുടെ തലയിൽ, അത് ഈര് പോകത്തില്ല കേട്ടോ. ഈരതുപോലെ തന്നെ ഇരിക്കും. ഏറ്റവും നല്ലതാണ് തുളസിയില ഇങ്ങനെ കുത്തി വെച്ചിട്ട് രാത്രിയിൽ കുത്ത് കിട്ടും. അപ്പോൾ തുളസിയില വയ്ക്കുമ്പോഴത്തേക്കും ദൈവം ചെയ്ത് അതൊരു ഇടിച്ച് വെള്ളത്തിൽ ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് തേച്ച് കഴുകി 2 ദിവസം ചേർത്ത് കുളിച്ച് കഴിഞ്ഞാൽ തന്നെ പേൻ്റെ ശല്യം വളരെ നന്നായിട്ട് കുറയും. ഓക്കെ, അപ്പം ഞാൻ വലിച്ചു കിട്ടില്ല, കാര്യം പെട്ടെന്ന് പറയുക, എനിക്ക് സമയമില്ല. ഓക്കെ, വേറെ ഒന്നുമില്ല, വീട്ടിൽ ജോലിയുണ്ട്. താരനുള്ള സാധനമാണ് ഇതും, സെറ്റ് സാധനമാണ് താരനുമായിട്ടുള്ളത്. അയ്യപ്പാല എന്നാണ്. 210 രൂപയാണ്. വെളിച്ചെണ്ണ എന്നാണ് എഴുതിയിരിക്കുന്നത്. കണ്ടോ, ഒരു ബീട്രൂട്ടിൻ്റെ നിറമാണ്. അയൺ ടോണിക്കൊക്കെ കുടിക്കത്തില്ല, അതിൻ്റെ ഒരു കളറാണ് വരുന്നത്. അത് തന്നെയാണ് കാണിച്ചത്. ഈ സാധനം സൂപ്പറാണ്.
താരൻ്റെ ഇഷ്യൂ നിറയെ ഉണ്ടായിരുന്നു. താരന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ കാണുന്ന സാധനം തേക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മുട്ട തേച്ച നല്ലതാണ്, തൈര് തേച്ച നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് കുറേ ചെടികളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞാൽ പറഞ്ഞ് ചെടി തേച്ചാൽ നല്ലതാണ്, താരൻ കുറയുമെന്ന് പറയും. താരൻ എൻ്റെ അമ്മ പേൻ ചെയ്യിപ്പിച്ച് കോതി ഇങ്ങനെ പറത്തി തലയിലെ ഓരോ മുടി ഓരോ തുലി വീതം ഇളക്കി കളയാറുണ്ടായിരുന്നു. ചുരണ്ടി കളഞ്ഞാൽ താരൻ പോകും. നമ്മുടെ സ്കിന്നിന് മാത്രമേ വലിയത്തുള്ളൂ. ചുരണ്ടി കഴിഞ്ഞാൽ ഇപ്പോൾ പാർലറിലൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ് 1000 രൂപ തന്നാൽ മതി, അവർ ചുരണ്ടി കളഞ്ഞ് ക്ലീൻ ആക്കുന്നു. പക്ഷേ വീണ്ടും അത് വരും. അതിന് മരുന്ന് കൊടുത്തരും. പ്രത്യേകിച്ച് ഇപ്പം കാണുന്നുണ്ട് യൂട്യൂബിൽ, നമ്മളെ വയറിൻ്റെ ഗഡ് ഹെൽത്ത് ശരിയല്ലെങ്കിലാണ് താരം വരുന്നത്. ശരിയായ വരും. ഞാനിപ്പോൾ ഹോമിയോ മെഡിസിൻ എടുക്കുന്നുണ്ട്, എനിക്കറിയാം. എങ്കിലും നമുക്ക് ആവറേജ് ഇത്തിരി കുറയ്ക്കാനായിട്ട് നല്ല താരനാണെങ്കിൽ മരുന്ന് കഴിച്ച് മാറ്റാനാണ് നോക്കുക. ഞാൻ വന്നിട്ട് ഇംഗ്ലീഷ് മെഡിസിനൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട്. ഒരു ലിക്വിഡ് ഫോമിലുള്ള സാധനം തലയിൽ തേച്ച് കഴിഞ്ഞിട്ട് കളയുമ്പോൾ അത് പോകും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സ്കിന്ന് വന്നിട്ട് വലിഞ്ഞു പോയി. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തതിൽ ഇത്തിരി ബെറ്ററായിട്ട് തോന്നിയത് ഹോമിയോ മെഡിസിനാണ്. അപ്പം അതിന് മാത്രം ഇതാക്കി പറയുന്നില്ല, എനിക്ക് മാറ്റം വന്നുകൊണ്ടാണ് തന്നെ ഹോമിയോ മെഡിസിൻ. അപ്പം ഹോമിയോ മെഡിസിൻ ഞാൻ കഴിച്ചു. അതിൻ്റെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞ 2 ദിവസം പിമ്പിൾസിന് ഇട്ടപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പം അതിലെനിക്ക് ചെറിയൊരു മാറ്റം വന്നായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അത് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടെ തന്നെയാണ് ഈ അയ്യപ്പപ്പല എന്ന് പറയുന്ന സാധനം ഞാൻ മേടിച്ചതാണ്. നേരത്തെ പറഞ്ഞ ആയുർവേദ ഡോക്ടറെ കണ്ടിച്ച് ചോദിച്ചിട്ട് അയ്യപ്പപ്പല തേച്ച് നോക്കി. അയ്യപ്പപ്പല ഇത്രേ ആയിട്ടുള്ളൂ. ഇത് വന്നിട്ട് തന്നെ ഒരു 7-8 മാസത്തിന് പുറത്ത് എന്ന് വെച്ചാൽ താരം പോയി. പിന്നെ തേക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി അടുത്ത് നമ്മൾ കുളമാക്കുമ്പോഴല്ലേ താരം വരുമല്ലോ. അപ്പോഴും വീണ്ടും യൂസ് ചെയ്യാമല്ലോ. അതായത് പൈസ കളയണ്ടല്ലോ. എന്നാലും ഇടയ്ക്കൊക്കെ താരനുണ്ട്. വല്ലപ്പോഴൊക്കെ താരൻ അങ്ങനെ കാണുമ്പോൾ തേച്ച് കൊടുക്കാൻ ഈസിയാണ്. ആഴ്ചയിൽ 2 ദിവസം അങ്ങനെ മാത്രം തേച്ച് കൊടുത്താൽ മതി. എടുക്കുക, നന്നായിട്ട് അവിടെ താരൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എല്ലാ എണ്ണയൊന്നും ചൂടാക്കി തേക്കാനായിട്ട് അവർ പറയുന്നുണ്ട്. അതാണ് ഏറ്റവും നല്ല കാര്യം. ചൂടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് മാറും. അതുകൊണ്ട് ചെറുതായിട്ട് മാത്രം ചൂടാക്കുക. എവിടെയൊക്കെ താരനുണ്ടോ ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് തേച്ച് കുളിക്കുക. പക്ഷേ ഇത് ഭയങ്കര കട്ടിയാണ്. കട്ടിയെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ കട്ടി പിടിച്ചൊരു എണ്ണയാണിത്. നമ്മുടെ ഒരു അരക്ക് പോലെ ഇരിക്കുന്ന ഒരു എണ്ണയാണ്. അപ്പം ഇത് കുറച്ച് തേക്കാവോ, താരം മൊത്തത്തിൽ പെട്ടെന്ന് പോകുമെന്ന് പറഞ്ഞിട്ട് എന്നെപ്പോലെ എടുത്ത് തേച്ച് കളഞ്ഞ് അങ്ങനെ ആദ്യം തേച്ചായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ള സാധനം. അപ്പം നമുക്ക് വീട്ടിലുള്ള ബെറ്ററായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നീലി ഭൃങ്ങാതി ബെസ്റ്റാണ്. താരം പോകാനായിട്ട് അയ്യപ്പപ്പല ബെസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ നിറകം തലയിലൊരു ഇഷ്യൂ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഇഷ്യൂ നമ്മുടെ നീലി ഭൃങ്ങാതി തേക്കുമ്പോഴത്തേക്കും വരുന്ന ഇതും ഇവിടെ സൈനസിൻ്റെ ഇഷ്യൂ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം എന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇനി ഇവിടുത്തെ മുടി പോയിട്ട് ഒന്നാമതിന് കഷട്ടി പോലെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചപ്പോഴാണ് അവർ പറഞ്ഞത് നമ്മുടെ മുഖത്തൊക്കെ വാരി തേക്കാറുള്ള ഒരു സാധനമാണ് ഏലാദിയും പിന്നെ നാൽപ്പാമരാതി. എല്ലാവർക്കും അറിയാം. പൊതുവേ സ്കിൻ വൈറ്റിംഗ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്ന സാധനമാണ് ഏലാദി. എനിക്ക് ഏലാദിയിൽ മാറ്റം ഉണ്ടോയെന്ന് വെച്ചാൽ മാറ്റമുണ്ട്. കൈക്കും കാലിനൊക്കെ തേക്കും നിറം തോന്നും. പക്ഷേ എൻ്റെ സ്കിന്നിന് നല്ല സ്കിന്നായതുകൊണ്ട് പിടിച്ചില്ല. പക്ഷേ ഡോക്ടർ പിന്നെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഈ ഏലാദി നമ്മുടെ തലമുടി വളരാൻ ബെസ്റ്റ് സാധനമാണ് കേട്ടോ. ഏലാദിൻ്റെ വെളിച്ചെണ്ണ അത് ഈ ഒരു പോർഷനും ബാക്കിയുള്ള സ്ഥലത്ത്. അപ്പോൾ നീലി ഭൃങ്ങാതി ആഴ്ചയിൽ 1 ദിവസം തേക്കുകയാണെങ്കിൽ ബാക്കി ഇടവിട്ടുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസമല്ല വല്ലപ്പോഴും ആഴ്ചയിൽ ഏലാദി കൊടുത്താൽ മതി. അപ്പോൾ ഏലാദി യൂസ് ചെയ്യാൻ പറയും ഡോക്ടർ പറഞ്ഞിട്ട്. അങ്ങനെ ഏലാദി ബെറ്ററായ സാധനമായിട്ട് എനിക്ക് തോന്നി. ഇത് തേച്ചാണ് ഇപ്പോൾ കുളിക്കുന്നത്. അപ്പോൾ ഏലാദി ഇവിടെ തേക്കാനായിട്ട് ബാക്കി സ്ഥലങ്ങളിൽ നീലി ഭൃങ്ങാതി 1 ദിവസം തേക്കും. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇടയുള്ള ദിവസങ്ങളിൽ ഏലാദി വെളിച്ചെണ്ണ. ഇങ്ങനെയാണ് ചെയ്തു പോകുന്ന എൻ്റെ ഒരു തലമുടിക്കുള്ള റൊട്ടീൻ. അപ്പം ഈ സാധനങ്ങൾ എത്രയുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം മാക്സിമം മേടിച്ച് വെച്ചാൽ കുറച്ച് മതി. അപ്പം നമ്മളിത് ഇങ്ങനെ എടുത്ത് കമ്പത്തുമ്പോൾ കുറേ അങ്ങ് കിട്ടും. അപ്പം പെട്ടെന്ന് തന്നെ അടുത്ത് കടക്കാർക്കില്ലാവും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സുഡാപ്പി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് കുറച്ച് ഒരു തള്ളി ഇത്രയേ വീഴത്തോളും. അപ്പം ഇത് മതി നമ്മുടെ തലയിൽ ഇങ്ങനെയൊക്കെ വെച്ച് തേച്ച് നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് സാധനമാണ്. ആവശ്യത്തിനല്ല. പണ്ട് ഇത് എനിക്ക് തോന്നുന്നു പണ്ട് ഇന്ദുലേഖ എന്ന് പറഞ്ഞിട്ടൊരു എണ്ണ ഉണ്ടായിരുന്നു. അതിൻ്റെ മണ്ടയിലാണ് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ കാണുന്നത്. പിന്നെ അതിന് ശേഷം ഇത് ഏതൊരു ഉത്സവത്തിന് പോയപ്പം അവിടെ 20 രൂപയ്ക്ക് ഇട്ട് വിൽക്കുന്നത് കണ്ടു. 20 രൂപയ്ക്ക് കിട്ടുമ്പോൾ നല്ല ലാഭം കൊള്ളാമെന്ന് തോന്നി ഞാൻ അങ്ങനെ വാങ്ങിച്ച സാധനമുണ്ട്. അപ്പോൾ ഇത് എണ്ണ തേക്കാനായിട്ട് ബെസ്റ്റാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അപ്പം വേറെ ഒന്നുമില്ല. അപ്പോൾ ഈസി ആയിട്ടുള്ള വീട്ടിനകത്തുള്ള എന്തൊക്കെ സാധനമുണ്ടോ അത് വെച്ച് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ യൂസ് ചെയ്യുക.
പിന്നെ ഇതിൻ്റെയൊക്കെ സൈനസ് ഇഷ്യൂ, അതിൽ എന്തെങ്കിലുമൊക്കെ ഇത് തേച്ചാൽ കുഴപ്പമുള്ളവരൊന്നും വാരി തേച്ച് തേക്കരുത്. സൈഡ് എഫക്റ്റ് എന്തെങ്കിലുമൊക്കെ കാണും. ചിലർക്ക് സൈനസിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ തേച്ച് കഴിഞ്ഞാൽ പ്രശ്നം വരും തലയിലൊക്കെ. അങ്ങനെയാണെങ്കിൽ അവർ തേക്കേണ്ട, ആരും ചോദിച്ച് തേക്കുക. ഞാൻ വന്നിട്ട് ആയുർവേദത്തിൽ നമ്മുടെ പഞ്ചകർമ്മ ആയുർവേദത്തിൽ ഡോക്ടർ ഉണ്ടായിരുന്നു അറിയാവുന്നത്. ആ ഡോക്ടറെ അടുത്ത് ചോദിച്ചു. എനിക്ക് ഏകദേശം സൈനസ് ഒക്കെ ഉള്ള ഒരാളാണ്. സൈനസിൻ്റെ ഇഷ്യൂ ഉണ്ട്, പിന്നെ തൈറോയ്ഡ് ഇഷ്യൂ ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടിട്ട് ഞാൻ മേടിച്ച് യൂസ് ചെയ്തൊരു സാധനമാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ എണ്ണകളുള്ള കാര്യം. അടുത്ത എന്താണ് ടിപ്പുള്ളത് നോക്കിയിട്ട് അടുത്തൊരു വീഡിയോയിലോട്ട് വീണ്ടും കാണാം.